ഫോണിൽ ചുമ്മാ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന പണം ലഭിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിന് പുറകെയാണ്. സത്യത്തിൽ എന്താണ് ഈ ഒരു സാധനം? ഇതിലൂടെ നമുക്ക് യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള ക്യാഷ് ലഭിക്കുമോ? എന്താണ് ഇതിന് പുറകിലുള്ള കാര്യങ്ങൾ? ഇതെല്ലാം വെറും ഒരു സ്കാം മാത്രമാണോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു F4 അഫ്ലു ഹിയർ. സോഷ്യൽ മീഡിയയിൽ മൊത്തം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള റീലുകളും വീഡിയോസുകളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു വലിയ ട്രെൻഡ് പോലെയൊക്കെ ഏതായാലും മാറി വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഒരു സാധനം എന്ന കാര്യത്തെക്കുറിച്ച് തീരെ അറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം. ഇത് ആക്ച്വലി നമ്മുടെ ടെലഗ്രാമിനകത്ത് സജ്ജമാക്കിയിട്ടുള്ള ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് CEO സിമുലേറ്റർ ഗെയിമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഹാംസ്റ്ററിൽ ടാപ്പ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് കോയിൻസ് നേരെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കൂടാതെ തന്നെ മൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അവിടെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഒരുപാടധികം വ്യത്യസ്ത തരത്തിലുള്ള കാർഡുകളുണ്ട്. അപ്പോൾ ഓരോ കാർഡിനും വില നൽകിയിട്ട് നമുക്ക് ഈ കാർഡുകൾ മേടിക്കാം. അപ്പോൾ ഓരോ കാർഡിലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറഞ്ഞിട്ട് ഇത്ര കോയിൻസ് എന്ന് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കാർഡുകൾ മേടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്ന ഭാഗത്ത് ആ കോയിൻസ് ആഡ് ആവുന്നതായിരിക്കും. അതായത് നമ്മൾ ഏറെക്കുറെ ഒരു 3 മണിക്കൂറോളം ഓൺലൈനായിട്ട് ഇല്ല എങ്കിൽ കൂടെയും എത്രത്തോളം കോയിൻസ് ആണോ പ്രോഫിറ്റ് പെർ അവർ ആയിട്ട് നമ്മളവിടെ വ്യത്യസ്ത കാർഡുകൾ മേടിച്ചുകൊണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത്രയും കോയിനുകൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു വാലറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിലേക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി റിവാർഡ്സ്, അതേപോലെ ഡെയിലി സൈഫർ, ഡെയിലി കോംബോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെയും അതുപോലെ ഏൺ എന്ന് പറയുന്ന സെക്ഷനിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടും ഒക്കെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ഹാംസ്റ്റർ കോയിനുകൾ ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതൊക്കെ തന്നെ വ്യത്യസ്ത കാർഡുകൾ മൈനിങ് സെക്ഷനിൽ പോയി മേടിച്ചുകൊണ്ട് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ ഈ ഒരു കോയിന് മാർക്കറ്റിൽ എക്സ്ചേഞ്ചുകളിലൊന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ജൂലൈ മാസത്തിലായിരിക്കും ഈ ഒരു കോയിന് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ നോക്കിയിട്ട് അത് എത്രത്തോളം കോയിൻസ് അവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ കൂട്ടിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അധികൃതർ നമുക്ക് റിയൽ ആയിട്ടുള്ള കോയിനുകൾ നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ക്രിപ്റ്റോ കറൻസികൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഇന്ത്യൻ റുപ്പീസിലേക്കൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഡോളറിലേക്കൊക്കെ മാറ്റിയിട്ട് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. സോ ഏറെക്കുറെ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇപ്പോൾ ഈ ഒരു ഗെയിമും തുറന്നു വെച്ചിട്ട് ഇതിനകത്തുള്ള ഒരു ഹാംസ്റ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് കോയിൻസ് നേടാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ലഭിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഒരുപാടധികം ആളുകൾ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മാർച്ച് 26 ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് വിപണിയിലേക്ക് വന്നിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ടിട്ട് ഇന്നേ വരെയുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 150 മില്യണിലധികം ആളുകളാണ് ഈ ഒരു സിമുലേറ്റർ ഗെയിം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ആളുകളാണ് ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ട് മുന്നിട്ടിറങ്ങി വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള ചോദ്യം, ഫ്രീ ആയിട്ട് നമുക്കിതിൽ നിന്നും റിയൽ ആയിട്ടുള്ള ക്യാഷ് കിട്ടും? ഇതിനകത്ത് നമുക്ക് കോയിൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ അതുപോലല്ല, നമുക്ക് വേണ്ടത് റിയൽ ആയിട്ടുള്ള മണിയാണ്, റിയൽ ആയിട്ടുള്ള ക്യാഷാണ്. അത്തരത്തിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ക്യാഷ് ലഭിക്കുമോ? അതോ ഇത് വെറും സ്കാമാണോ? നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ചെറിയ ഉടായ്പ പരിപാടികളാണോ? നമ്മുടെ ഡാറ്റകളൊക്കെ ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോവോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വളരെ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും, എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നും, എന്താണ് അതുമായി ബന്ധപ്പെട്ട വൈറ്റ് പേപ്പർ എന്നും, എന്താണ് എയർ ഡ്രോപ്പ് എന്നൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, പക്ഷേ മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഘുവായിട്ട് ഞാനത് പറയാൻ ശ്രമിക്കാം. മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിറ്റ് കോയിൻ എന്താണ് ക്രിപ്റ്റോ കറൻസി ഒക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ വളരെ ചുരുക്കിയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഈ ക്രിപ്റ്റോ കറൻസികൾ എന്ന് പറയുന്നത് ഒരുതരം ഡിജിറ്റൽ കറൻസികളാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഗൂഗിൾ പേയും ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഡിജിറ്റൽ മണി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങളിലൊന്നും യാതൊരുവിധ ആവശ്യങ്ങളുമില്ല. പക്ഷേ നമ്മൾ ഈ നോർമൽ ട്രാൻസാക്ഷനുകളിൽ നിന്ന് ഈ ക്രിപ്റ്റോ കറൻസിയെ തീർത്തും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇടനിലക്കാരില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ട്, കൃത്യമായിട്ട് സുതാര്യതയോട് കൂടിയിട്ട് അവിടെ നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് കുറച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം നൽകുകയാണെന്ന് വിചാരിക്കാം, കുറച്ച് കൂടുതൽ തന്നെ ആയിക്കോട്ടെ, ഒരു
10 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ നേരെ ബാങ്കിൽ പോയിട്ട് ആ പണം നേരെ ബാങ്കിന് നൽകിയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്യാം. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരനായിട്ട് ബാങ്ക് വരുന്നുണ്ട്. അപ്പോൾ ബാങ്കിന് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയങ്ങളോ മറ്റോ ഒക്കെ ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഉടായ്പകൾ വേണമെങ്കിൽ അതൊക്കെ തന്നെയും അവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസികളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പണം അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി വാലറ്റുകളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇടനിലക്കാരായിട്ട് ആരുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് ആരുമില്ലെങ്കിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കൂലേ? ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഇതിനെ ഹാക്ക് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കുകളിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൂടെ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കുകളിലൊക്കെ ട്രാൻസാക്ഷനുകൾ നടക്കുന്ന അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ തന്നെ അവരുടെ ലെഡ്ജറുകളിൽ അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയറുകളിൽ അവരുടെ സെർവറുകളിലൊക്കെ തന്നെ കൃത്യമായ നിലയിൽ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കടന്നു വരുന്ന മറ്റൊരു സംവിധാനത്തിൻ്റെ പേരാണ് ബ്ലോക്ക് ചെയിൻ. എന്താണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെക്കോർഡ് ബുക്ക് കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വന്നിട്ടുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് ഒക്കെ ടീച്ചേഴ്സ് അതിൽ മാർക്ക് ചെയ്ത് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുരുത്തം കെട്ട കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡ് എടുത്തുകൊണ്ട് അവൻ വന്ന ദിവസവും വരാത്ത ദിവസമൊക്കെ തീർച്ചയായിട്ടും അവിടെ വ്യത്യാസങ്ങൾ വരുത്താൻ അവന് സാധിക്കുന്നതായിരിക്കും. ഇതൊന്നും വേറെ ആരും തന്നെ അറിയാനും പോകുന്നില്ല, കാരണം ആ കൂടെ ഓരോ റെക്കോർഡ് ബുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതേ ഒരു അവസരത്തിൽ തന്നെ ഈ 30 കുട്ടികളുടെ കയ്യിലും ഓരോ റെക്കോർഡ് ബുക്കുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓരോ ദിവസവും വന്നിട്ടുള്ള ആളുകളുടെയും വരാത്ത ആളുകളുടെയും കൃത്യമായിട്ടുള്ള അറ്റൻഡൻസ് അതിലൊക്കെ തന്നെയും എല്ലാവരും ഒരുപോലെ തന്നെ മാർക്ക് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് ഏതെങ്കിലും ഒരു റെക്കോർഡിലെ അറ്റൻഡൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തി കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള റെക്കോർഡ് ബുക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൂടെ വർക്ക് ചെയ്യുന്നത്. ഓരോ ട്രാൻസാക്ഷനുകൾ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന അവസരത്തിലൊക്കെ തന്നെയും ഓരോ ബ്ലോക്കുകൾ അവിടെ രൂപീകരിക്കപ്പെടുകയും ഇത് ആർക്കാണ് അയച്ചിട്ടുള്ളത്, എത്രത്തോളം എമൗണ്ടാണ് അയച്ചിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഒരു ഹാഷ് വാല്യൂ കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഒരു ചെയിന് പോലെ ആയിരിക്കും ഇതങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോസസ്സ് കടന്നു വരുന്നത് മൈനിങ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും, ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്യാം, നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്താണ് സത്യത്തിൽ ഈ ഒരു മൈനിങ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ട്രാൻസാക്ഷനുകൾ നടക്കുന്ന അവസരത്തിൽ അവിടെയൊക്കെ തന്നെ രൂപീകരിക്കപ്പെടുന്ന ബ്ലോക്കുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിലെന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മൈനിങ്ങിലൂടെ അവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. അതായത് കൃത്യമായിട്ട് ഓരോ ബ്ലോക്കുകളെയും വെരിഫൈ ചെയ്യുക, ബ്ലോക്ക് ചെയിനിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, ആരും യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും നടത്തിയിട്ടില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ മൈനേഴ്സൊക്കെ തന്നെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണവുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, ടീച്ചർ വന്നിട്ട് ക്ലാസ്സിലെ 30 കുട്ടികളുടെയും ഈ റെക്കോർഡ് ബുക്കുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആരും ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ മൈനിങ് ചെയ്യുന്ന അവസരത്തിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ട്രാൻസാക്ഷൻ ഫീയിൽ നിന്നുള്ള ഒരു വിഹിതവും അതോടൊപ്പം തന്നെ ഈ കോയിൻ്റെ സെൻട്രൽ റിസർവിൽ നിന്ന്, അതായത് ഈ ക്രിപ്റ്റോ കറൻസിയുടെ സെൻട്രൽ റിസർവിൽ നിന്ന് ചെറിയൊരു കമ്മീഷൻ കൂടെ ഈ മൈനിങ് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളായിട്ട് ഒരുപാടധികം ആളുകൾ ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അപ്പോൾ ഈ ഏതൊരു കറൻസിയാണോ ഇവർ മൈൻ ചെയ്യുന്നത് അതിൻ്റെ സപ്ലൈ അനുസരിച്ചിട്ട് തന്നെ ഈ മൈൻ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ കാര്യത്തിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ വരാറുണ്ട്, കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ആകെ മൊത്തം അതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യണാണ്. അതിൽ ഏറെക്കുറെ 17 മില്യണോളം മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി ഇനി 4 മില്യണോളമാണ് സെൻട്രൽ റിസർവിൽ അവർ മാറ്റി വെച്ചിട്ടുള്ളത്. അത്രമാത്രമാണ് അതിൻ്റെ സപ്ലൈ. അപ്പോൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ സപ്ലൈ 4 മില്യൺ എന്ന് പറയുന്നതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് ഈ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സും കൂടുതൽ കഠിനമായിട്ട് മാറുന്നതായിരിക്കും. ഒരുപാടധികം ഇലക്ട്രിസിറ്റിയും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സറുകളും ഗ്രാഫിക്സ് കാർഡുകളും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല, പല കണക്കുകളും പരിശോധിച്ച് നോക്കുമ്പോൾ ലോകത്തുള്ള ടോട്ടൽ ഇലക്ട്രിസിറ്റിയുടെ 5% ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ക്രിപ്റ്റോ കറൻസികൾ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു കാര്യം കൂടെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മൈനിങ് ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അതിലേക്കൊക്കെ നമ്മൾ വരാം. എന്തൊക്കെ തന്നെയായാലും ഒരു വ്യക്തി പുതുതായിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രിപ്റ്റോ കറൻസി ജനങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക്
എക്സ്ചേഞ്ചിലേക്ക് നേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത്തരം ഒരു തീരുമാനം അയാൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഒരു വൈറ്റ് പേപ്പർ അവർ പുറത്തിറക്കും എന്നുള്ളതാണ്, പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ആ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പർപ്പസ്, അതിൻ്റെ ടെക്നോളജി, അതുപോലെ യൂസ് കേസസ്, എക്കണോമിക് മോഡൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായ നിലയിൽ തന്നെ ആ വൈറ്റ് പേപ്പറിൽ അവർ വിശദീകരിക്കാറുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ വൈറ്റ് പേപ്പർ കൃത്യമായി വായിച്ച് നോക്കിക്കൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കണോ എന്ന തീരുമാനങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് ഒരു വില വരുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വ്യക്തി നേരെ വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു ക്രിപ്റ്റോ കറൻസി ആയിട്ട് അത് ലിസ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതിന് എങ്ങനെയാണ് ഒരു മൂല്യം കൽപ്പിക്കപ്പെടുന്നത്, ആരാണ് ഇതിനൊരു വില നൽകുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ അവിടെയുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സപ്ലൈയും ഡിമാൻഡുമാണ്. സപ്ലൈയിലും ഡിമാൻഡിലും വ്യത്യസ്ത മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് ആ ക്രിപ്റ്റോ കറൻസിയുടെ വിലയിലും വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ആണ്. എല്ലാവരും ഈ ഒരു കറൻസി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഈ ഒരു കറൻസി കൂടുതലായിട്ട് മേടിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടൊക്കെ വലിയ തോതിലുള്ള വില വർധനവും മറ്റുമൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് ഏതായാലും സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യം വരുന്നത് മീഡിയ കവറേജ് ആണ്. വലിയൊരു മീഡിയ കവറേജ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാടധികം ആളുകൾ ഈ ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ തയ്യാറാവും. എല്ലാവർക്കും ഒരു ട്രസ്റ്റൊക്കെ തീർച്ചയായിട്ടും ഈ കറൻസിയുമായി ബന്ധപ്പെട്ട് അവിടെ ബിൽഡ് ആകുന്നതായിരിക്കും. അതിനാലൊക്കെ തന്നെ അടുത്തൊരു ഘടകമായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കൂടെ ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. കൂടുതൽ ആളുകൾ ഈ ഒരു കറൻസി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മേടിക്കാൻ വേണ്ടി പോലും മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഓരോ ക്രിപ്റ്റോ കറൻസിയും ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിലയിൽ വ്യത്യസ്ത മാറ്റങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ഒരു കറൻസി അല്ലെങ്കിൽ ഇത്തരം ഒരു കോയിനൊക്കെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ല രീതിയിൽ പബ്ലിസിറ്റി കിട്ടുക, എല്ലാവരും അതിനെക്കുറിച്ച് അറിയുക, നല്ല രീതിയിലൊരു കവറേജ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റിനെ അതിൻ്റെ ഭാവിയൊക്കെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിനാലൊക്കെ തന്നെ ഏതൊരു ക്രിപ്റ്റോ കറൻസിയും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അതിൽ നിന്നുള്ളൊരു വിഹിതം കൃത്യമായിട്ട് തന്നെ ഈ കറൻസിയെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നൽകുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായ നിലയിൽ തന്നെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ചും മൈനിങ്ങിനെക്കുറിച്ചും എയർ ഡ്രോപ്പിനെ കുറിച്ചും വൈറ്റ് പേപ്പറിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെലഗ്രാമിനകത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമിൻ്റെ അല്ലെങ്കിൽ സിമുലേറ്റർ ഗെയിമിൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിലുള്ളൊരു ഗെയിമാണോ, ഇതിൽ നിന്നുള്ള പണം നമുക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എത്തിച്ചേരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വൈറ്റ് പേപ്പറിലേക്കാണ്. പക്ഷേ അത്തരമൊരു വൈറ്റ് പേപ്പർ നിലവിൽ നമുക്ക് ഹാംസ്റ്റർ കോമ്പാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാനേ സാധിക്കുന്നില്ല. അതായത് ഇതെന്താണെന്നോ ഇതിൻ്റെ പർപ്പസ് എന്താണെന്നോ ഇതിന് പുറകിലുള്ള ടെക്നോളജി എന്താണെന്നോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വിശദാംശങ്ങളും ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിന് പുറകിലുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതൊക്കെ വരും എന്നുള്ള നിലയിലുള്ള ചില അനൗൺസ്മെൻറ്റുകൾ മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന കാര്യത്തെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിശദാംശങ്ങളും ഇവരുടെ വെബ്സൈറ്റുകളിലോ മറ്റൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു വലിയ തട്ടിപ്പ് മാത്രമായിരുന്നു, ഇതിൽ നിന്നും നമുക്ക് യാതൊരു വിധത്തിലും പണം ലഭിക്കില്ലേ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹാംസ്റ്റർ കോമ്പാറ്റിനെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ഒന്ന് രണ്ട് ഘടകങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ടോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ അവരുടെ പാർട്ണർഷിപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു കറൻസി മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് പൂർണ്ണമായിട്ടും ഒരു ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്കാം ആണെന്നുണ്ടെങ്കിൽ അത് ടോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കലും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരിക്കലും ടോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൻ്റെ അധികൃതർ ഇത്തരം ഒരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല എന്ന് പറയുന്ന വലിയൊരു തോതിലുള്ള വാദം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ മാർക്കറ്റ് സെയിൽ ഈ ഒരു കോയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രീ മാർക്കറ്റ് എക്സ്ചേഞ്ചുകളിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീ മാർക്കറ്റ് എക്സ്ചേഞ്ചുകൾ പോയിക്കൊണ്ട് അവിടെയുള്ള പണം നൽകിക്കൊണ്ട് നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ കറൻസി അവിടെ നിന്ന് മേടിക്കാനായിട്ടുള്ള അവസരം ഇപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെയും വെച്ചുകൊണ്ട് ആളുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് പൂർണ്ണമായിട്ടും സ്കാം ആണ് എന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും ഫേക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള
തരത്തിലുള്ള പ്രീ മാർക്കറ്റ് എക്സ്ചേഞ്ചുകൾ അതിൻ്റെ സെയിലും മറ്റുമായിട്ട് മുന്നോട്ടേക്ക് വരില്ല. അവരൊക്കെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ രംഗത്തേക്ക് വരൂ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു സ്കാമാണോ, അത് പൂർണ്ണമായിട്ട് ഉഡായിപ്പാണോ, അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ലേ, അതോ ഇത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് എല്ലാവർക്കും പണം നൽകുന്ന നിലയിൽ തന്നെ മാറുമോ, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന അവസരത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരത്തിലേക്ക് നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇനിയിപ്പോൾ എങ്ങാനും ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോയി ഇതിനെ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം കളിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു എയർ ഡ്രോപ്പായിട്ട് ഫ്രീ ആയിട്ട് തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അധികൃതർ നൽകുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർ നൽകും, അല്ലെങ്കിൽ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലിസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ എത്രത്തോളം പണം ലഭിക്കും, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് ആകെ മൊത്തം 150 മില്യണോളം വരുന്ന ആളുകൾ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഡാറ്റകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ആളുകൾക്കും വെറും $1 വെച്ച് നൽകുകയാണെങ്കിൽ, അതായത് 80-85 രൂപ അത്രത്തോളം ഡോളർ വെച്ച് നൽകുകയാണെങ്കിൽ കൂടെയും മൊത്തം എല്ലാവർക്കും ഒരുപോലെ തന്നെ നൽകി വരുമ്പോഴേക്ക് $150 മില്യൺ അവിടെ നൽകപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് നേരെ കൺവേർട്ട് ചെയ്ത് നോക്കുന്ന അവസരത്തിൽ 1252 കോടി രൂപ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അധികൃതർ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരിക്കലും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറെക്കുറെ 1% മുതൽ 10% വരെ മാക്സിമം ഈ എയർ ഡ്രോപ്പായിട്ട് ആളുകൾക്ക് നൽകുകയുള്ളൂ, അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗെയിം കളിച്ചിട്ടുള്ള ആളുകൾക്ക് നൽകുകയുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ 150 മില്യൺ ആളുകൾക്ക് ഈ വരുന്ന തുകയെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ട് പോലും മാറി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതായത് 5-10 കിട്ടിയാലായി എന്ന് വളരെ ചുരുക്കിയിട്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. അതും എങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്ന് നല്ല രീതിയിൽ തന്നെ ജൂലൈയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇത്ര ഒരു എമൗണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇതൊന്നും കളിക്കാതെ അല്ലെങ്കിൽ ഇതിനെ തിരിഞ്ഞു നോക്കാതെ മൈൻഡ് ചെയ്യാതെ നമുക്ക് വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള നിലക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യാം, ഈ ഒരു ഗെയിം കളിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. എനിക്ക് ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുള്ളൂ. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് പണം ലഭിച്ചാലും ഇല്ലെങ്കിലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരുപാടധികം പണം എങ്ങനെയായാലും ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ചെറിയൊരു ഉദാഹരണമായിട്ട് ഇവിടെ യൂട്യൂബ് ചാനൽ തന്നെ എടുക്കാം. ഏറെക്കുറെ 20 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സാണ് ആ ഒരു യൂട്യൂബ് ചാനലിന് ഇതിനോടൊപ്പം തന്നെ ലഭ്യമായിട്ടുള്ളത്. മില്യൺ കണക്കിന് വ്യൂസാണ് അവരുടെ ഓരോ വീഡിയോസിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിലൂടെയൊക്കെ തന്നെ ധാരാളം ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അവർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരുപാടധികം പണം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഇതിന് പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാടധികം പണം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ബ്ലോക്ക് ചെയിൻ, എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് വൈറ്റ് പേപ്പർ, എന്താണ് എയർ ഡ്രോപ്പ്, നമുക്ക് കിട്ടുമോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലളിതമായിട്ട് തന്നെ മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റ് യഥാർത്ഥത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് പണം തരുവാണെങ്കിൽ തന്നെ എത്രത്തോളം പണം ലഭിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? 5000, 10000 ഒക്കെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതോ ഇനി ഇത് പൂർണ്ണമായിട്ടും ഒരു സ്കാമാണ്, പൂർണ്ണമായിട്ടും ഒരു തട്ടിപ്പാണ് എന്ന നിലക്കാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകൾ മറ്റു കണ്ടുവിട്ടാൽ പ്രതീക്ഷയോടെ